ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് റെസിപ്പീസും എല്ലാം സിമ്പിൾ റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. നല്ല മഴയാണെന്ന് വെച്ചാൽ നല്ല മഴയാണ്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ മുറ്റത്ത് എന്താ ചെടിയെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇത് നമ്മൾ സിറ്റ് ഔട്ടിലുള്ളയും അതുപോലെ തന്നെ ആ ഒരു സ്റ്റാൻഡിലുള്ളയും ചെടി ഇങ്ങനെ ഡ്രൈ ആയി നിന്നപ്പോൾ ഇന്നലെ രാത്രി പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ. നല്ല മഴയായിരുന്നപ്പോൾ മഴ കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നലെ എടുത്ത് വെച്ചതാണ്. ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല കേട്ടോ. അതൊക്കെ തിരിച്ചെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അത്രയും മഴയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, സിറ്റൗട്ടൊക്കെ കാലിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, സ്റ്റാൻഡിലെയും ഇവിടെയുള്ളൊക്കെ ചെടികളാണ് കേട്ടോ നമ്മൾ പുറത്തിറക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നല്ല വെള്ളമൊക്കെ ഒഴിച്ച് കുതിർന്ന് അങ്ങനെ കിടക്കുകയല്ലേ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇപ്പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് തിരിച്ചെടുത്ത് വെക്കണം. ഇതിപ്പോൾ ഞാൻ കൊട്ടയം വട്ടിയൊക്കെ ആയിട്ട് എങ്ങോട്ടാണെന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത്. നമ്മളെ റംബുട്ടാനല്ലേ, അത് ചെറിയൊരു കളർ ചേഞ്ച് കൈ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുരങ്ങന്മാർ വിട്ടു തരുന്നില്ല കേട്ടോ. അവർ നമ്മളെക്കാളും സ്മാർട്ടാണ്. അതിലുണ്ട്. നല്ലോണം ആയിട്ടില്ല. അപ്പത്തേക്ക് ഉറങ്ങന്മാർ വരും. ഇന്നലെ അങ്ങനത്തെ ഒക്കെയാണ് കൊണ്ടുപോയത്. കഴിച്ചിട്ടില്ല, വേസ്റ്റ് ആക്കീന്. അപ്പോൾ ഇന്നലെയും അതിൻ്റെ തലേ ദിവസമൊക്കെ അവർ കയറിയിട്ട് വലയിട്ടാൽ കയറൂല എന്നൊക്കെ പറയും. പക്ഷേ നമ്മളെ വലേൻ്റെ ഉള്ളിൽ കൂടെ മേലെ ഭാഗത്ത് കൂടെ ഓട്ടാക്കിയിട്ട് അവർ കയറിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് അടക്കും. അവർ പോയിട്ട് അത് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങിയിട്ട് പറിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇരുന്നിട്ട് കഴിക്കുക കേട്ടോ. ഫുൾ തൊണ്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി അധികം കളറാവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചിങ്ങോട്ട് പറിച്ചെടുത്തതാണ് കേട്ടോ. ഇത്രയും കിട്ടിയെന്നെങ്കിലും സമാധാനിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മഴ ഒന്നിങ്ങനെ ഒതുങ്ങിയൊരു ഗ്യാപ്പിൽ ഞാൻ റഫീക്കാൻ പോയിട്ട് വേഗം പറിച്ചതാണ്. ഇനിയിപ്പോൾ രാവിലത്തെ കാപ്പി വെക്കട്ടെ. റഫീഖാക്ക് ഇന്ന് വേഗം അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട് കേട്ടോ, പുറത്ത് പോകേണ്ടതുണ്ട്. അപ്പോൾ ഒരു കാപ്പിയൊക്കെ വെക്കട്ടെ. അപ്പോൾ എനിക്ക് കാപ്പി വെക്കുന്നില്ല കേട്ടോ. എൻ്റെ ടൈം ആയിട്ടില്ല. ഞാനൊരു 8 മണിക്കാണ്, നിങ്ങൾക്കറിയാമല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ റഫീഖാക്കുള്ള കാപ്പിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആക്കുന്നത്. നമ്മളെ കിച്ചണിൽ രാവിലെ നിൽക്കൽ നല്ല ടാസ്ക്കാണ് കേട്ടോ. ഈ ഒരു കിച്ചണിൽ നല്ല തണുപ്പായിരിക്കും കേട്ടോ ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം എനിക്ക് കുറച്ചൊരു മടിയുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ ഇതാ എനിക്ക് കുടിക്കാനുള്ള ആ ഒരു തണുപ്പൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പട്ട ഇട്ടിട്ടുള്ള കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. പട്ട പൊടിച്ച് വെച്ചാലും മതി. ഞാനിപ്പോൾ പൊടിച്ച് വെച്ചതിൻ്റെ തീർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടിവിടെ 2 കഷ്ണം പട്ട ഇട്ടിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ശരിക്കും ഈ ഒരു സമയത്ത് ഞാൻ നല്ല സെറ്ററൊക്കെ ഇട്ടിട്ട് സെറ്റപ്പിലാട്ടോ നിൽക്കുക. അപ്പോൾ ഇത് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതൊന്നും ഇടാതെ വന്നതാണ്. അപ്പോൾ ഇതാ 2 എഗ്ഗും ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. വാക്ക് റഫീക്കാക്കുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് റഫീക്കാക്ക് കൊടുക്കട്ടെ.
പിന്നെ അതാ നമ്മളെ ചെറുപയറും പച്ചരിയും കൂടെയുള്ള ദോശയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല ഹെൽത്തി ദോശ. അപ്പോൾ അതിനുള്ളത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ദോശയ്ക്കാക്കണം. പക്ഷേ റഫീഖാനൊന്ന് പറഞ്ഞേക്കട്ടെ എന്ന് വിചാരിച്ചു. അതിനുശേഷം നമുക്ക് അതൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടാവും, നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ റഫീഖക്ക് ശർക്കരയും കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള കാപ്പി റെഡിയാക്കി. എനിക്കിതാ നമ്മുടെ ഡ്രിങ്കും ഹെൽത്തി ഡ്രിങ്കും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായ കുടിക്കുന്ന പോലെ ആ ഒരു ഇതിലാണ് ഞാൻ കുടിക്കുക കേട്ടോ. നല്ല ചൂട് തന്നെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കുടിക്കും. അപ്പോൾ ഇനി ഞങ്ങൾ രണ്ടാളും ഇതൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം ജംഷീൻ്റെ വീട്ടിൽ നമ്മൾ റോഫ്ഖാൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട് ഇവിടെ. നിങ്ങൾ ചോദിച്ച ഒരു കാര്യം കൂടെ ഞാനതിൽ പറയുന്നുണ്ട്. കുറേ പേര് എൻ്റെ കമൻറ്റും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ റോഫ്ഖാൻ്റെ മോളെ ട്യൂഷൻ എടുക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ അതിൽ പേഴ്സണലായിട്ടും അല്ലാതെയും യൂട്യൂബിലൊക്കെ എനിക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് പറയുമോ, എങ്ങനെയുണ്ട് കുട്ടിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ അവിടെ പോയ സമയത്ത് അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നൊരു ടൈമായിരുന്നു. ഒരു സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫ്രീ ആയിട്ടുള്ളൊരു ടൈമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ, നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ അന്നത്തെ വീഡിയോയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇപ്പോഴത്തെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ജംഷീനോട് ചോദിച്ചു നോക്കിയപ്പോൾ കുഞ്ഞുവിന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, ഇംഗ്ലീഷൊക്കെ എല്ലാം സംസാരിക്കുമ്പോൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ടാണ് ഇപ്പോൾ. ആദ്യത്തേതിലും നല്ല ആ ഒരു തപ്പലും ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് തന്നെ ഇംഗ്ലീഷെല്ലാം സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നല്ല മാറ്റം ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. ആൽബർട്ടോയ്ക്ക് താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കറിയാവുന്നവരോടൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. 5,480. ഓക്കേ. ഇതിൽ 1 സ്പൈസി കിടക്കുന്ന ആരാണ്? ഇപ്പോൾ ഓണം എക്സാം ഇങ്ങെത്തിയെങ്കിലും ഇവർക്കും ഉമ്മാക്കും മോക്കും ഒരു ടെൻഷനും ഇല്ല കേട്ടോ. കാര്യം അതൊക്കെ ആൽബർട്ടോ നോക്കിക്കോളും എന്നാണ് കേട്ടോ ഇവരെന്നോട് പറഞ്ഞത്. അതുപോലെ ഒരു ട്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ വെറും 20 ദിവസത്തെ ക്ലാസ് കൊണ്ട് തന്നെ കുട്ടികളുടെ ലേണിംഗ് ഗ്യാപ്പ് മാറ്റാൻ ആൽബർട്ടോയിലെ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങളെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ മുമ്പത്തേക്കാളും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴെല്ലാം നല്ല ഫ്ലുവൻ്റ് ആയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അത് കേട്ടാൽ തന്നെ അറിയാം, നമുക്ക് ആ ഗ്രോത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാകുമ്പോൾ നമ്മുടെ കുട്ടിക്ക് വേണ്ട പ്രത്യേക അറ്റൻഷൻ തന്നെ എന്തായാലും കിട്ടുമല്ലോ. പിന്നെ അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തിയിട്ട് അതിന് ശേഷമാണ് കേട്ടോ ക്ലാസ്സൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഓരോ കുട്ടികളുടെയും ലെവൽ മനസ്സിലാക്കി അതിനനുസരിച്ച് ട്യൂഷനാണ് കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടാതെ ഒരു കുട്ടിക്ക് ഒരു പേഴ്സണൽ മെൻറ്ററും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവർക്ക് ഈ സ്പീക്ക് കോഴ്സ് മാത്രമല്ല കേട്ടോ, ആൽബർട്ടോ അക്കാദമിക് ട്യൂഷൻ, ഓൺലൈൻ സ്കൂളിങ്, A+ ക്യാമ്പസ്, കിൻഡർ ഗാർഡൻ കോഴ്സുകൾ എന്നിവയും കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ട്യൂഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ആൽബർട്ടോ എഡ്യൂക്കേറ്റർ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് കേട്ടോ. പിന്നെ നമ്മുടെ സാരിന് എന്ന് പറഞ്ഞാൽ കുഞ്ഞുന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആൽബർട്ടോ ചൂസ് ചെയ്യുക. ഞാൻ ജംഷീനോടും ചോദിച്ചു. പിന്നെ കുട്ടീൻ്റെ എന്നോട് അടുപ്പമുള്ള കുട്ടിയാണല്ലോ, അപ്പോൾ എനിക്കറിയാവുന്ന കുട്ടിയും കൂടാണ്. അപ്പോൾ അവളുടെ ക്ലാസ്സും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുന്നതും ആ ഒരു ഇംഗ്ലീഷിലുള്ള ടോക്കും കാര്യങ്ങളൊക്കെ നമുക്കും കേട്ടാൽ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഉറപ്പായിട്ടും പറയാൻ കാരണം. പിന്നെ ഇപ്പോൾ അവർക്ക് ഓണം ഓഫർ 25% ഓഫർ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഈ ഒരു 25% ഓഫർ ലഭിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓണം സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്, മന്ത്ലി ആൻഡ് ക്വാർട്ടർലി എക്സാമിനേഷൻ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, മന്ത്ലി ടീച്ചേഴ്സ് പാരൻസ് സെഷൻസ്, 3 ടൈം റിവിഷൻസ്, ബ്രിഡ്ജ് കോഴ്സ്, ഇങ്ങനെ ഒരുപാട് കോഴ്സ് ഉണ്ട് കേട്ടോ. മാത്രമല്ല ഓരോ സബ്ജക്ട്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും, അതുപോലെ CBSE, IGCSE, ICSE, സ്റ്റേറ്റ്, കേംബ്രിഡ്ജ്, IB തുടങ്ങിയ എല്ലാ സിലബസുകളിലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഒട്ടും വൈകിക്കണ്ട കേട്ടോ. ഈ ഒരു ഓണം ഓഫറും നിങ്ങൾ കളയണ്ട. പിന്നെ എൻ്റെ സ്പെഷ്യൽ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. കൂടുതൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്ന് കമൻറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടോ. അങ്ങനെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റഫീഖ പോയിട്ടോ. ഇന്ന് റഫീഖ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കഴിക്കാൻ വേണ്ടി നിന്നിട്ടില്ല. എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. രാവിലെ 7 മണിയാകുമ്പോഴത്തേക്കും റഫീഖ പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതുവരെയുള്ള പാത്രങ്ങളൊന്നും ഞാൻ കഴുകി വെക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ അടുത്തതും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴും മൊത്തം ഇങ്ങനെ കൊണ്ടിട്ട് പിന്നെ അതൊരു വലിയ ഭാരമായിട്ട് മാറും കേട്ടോ. അപ്പോൾ എനിക്ക് പാത്രം കഴുകുന്ന കാര്യം കുറച്ച് പേടിയുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അപ്പപ്പം ഉണ്ടാകുന്നത് അപ്പപ്പം കഴുകി മാറ്റുകയാണ് കേട്ടോ ചെയ്യുക. അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. പിന്നെ കഴിഞ്ഞതിന് മുമ്പത്തെ വീഡിയോയിൽ കുറേ കുറേയല്ല, ഒരു കമൻറ്റിന് കുറേ ലൈക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ 4 മണിക്ക് നീക്കും, രാവിലെ എണീക്കുന്നതാണല്ലോ. അപ്പോൾ അത് പറയാറുണ്ട്. ഇതിൻ്റെ മുമ്പും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഡൗട്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പീരീഡ്സൊക്കെ ആവുന്ന സമയത്ത്, അതായത് നിസ്കരിക്കേണ്ടാത്ത സമയത്ത്, അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ എണീക്കുകയോ എന്താണ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് എപ്പോഴും പറയണം എന്ന് വിചാരിക്കട്ടോ, ഞാൻ വിട്ടുപോകുന്നതാണ് സംസാരത്തിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ അല്ലാത്ത സമയത്ത് ആ ഒരു സമയത്ത് എണീക്കാറേ ഇല്ല കേട്ടോ. കാര്യം എനിക്ക് അത്യാവശ്യം വയറുവേദനയും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളാണ് ഞാൻ. പിന്നെ എണീക്കും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ എണീക്കുള്ളൂ. പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ ഇപ്പോൾ ദിക്റില്ലേ അങ്ങനെയൊക്കെ ചെയ്താൽ ഭയങ്കര പുണ്യമുള്ള കാര്യമാണ്. പിന്നെ മാത്രമല്ല നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട ടൈമും കൂടിയാണ്. അതുകൊണ്ടാണ് നമുക്ക് അതിനൊക്കെ ചെറിയൊരു ഇളവും തന്നിട്ടുള്ളത് കേട്ടോ. അതും നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുക തന്നെ വേണം കേട്ടോ. പക്ഷേ ഒന്ന് ഫ്രഷ് ആവാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ കിടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞ് എണീറ്റ് ഫ്രഷായി വെള്ളമൊക്കെ കുടിച്ച് അപ്പോൾ അങ്ങനെയാവണമല്ലോ നമ്മൾ. ആ ഒരു സമയത്ത് നമ്മൾ വീക്കായിട്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അല്ലാണ്ട് ആ ഒരു സമയത്തും ഞാൻ 4 മണിക്ക് എണീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറേ ഇല്ല കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പൊതുവേ വീഡിയോ ഒന്നും എടുക്കാറില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് പറ്റുകയാണെങ്കിൽ എൻ്റെ വയറുവേദനയുടെ തോത് അനുസരിച്ച് കേട്ടോ, അപ്പോൾ നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ ഞാൻ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ ഒരു തവണ വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെയുള്ള സമയത്ത് മാക്സിമം ഞാൻ റെസ്റ്റ് എടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. ഉരവേദന അങ്ങനെയൊന്നുമില്ല, പക്ഷെ വയറുവേദന അത്യാവശ്യം നന്നായിട്ട് തന്നെ എനിക്ക് ഉണ്ടാവാറുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഇഞ്ചക്ഷൻ വെക്കേണ്ട ആവശ്യം വരെയും വരാറുണ്ട് കേട്ടോ. ഭയങ്കര താങ്ങാത്തൊരു അവസ്ഥ വരുമ്പോഴാണ് അങ്ങനെ ചെയ്യാം. ആ ഒരു സമയത്ത് ഞാൻ രാവിലെ എണീറ്റ് വന്നിട്ട് വെള്ളം അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് കഴിച്ചിട്ട് ഒന്നും എടുക്കാറില്ല കേട്ടോ. ഒന്നും എടുക്കാതെ എനിക്ക് ഫുഡ് വരെ മര്യാദക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് ചില മാസങ്ങളിൽ. അപ്പോൾ വെറുതെ ഒന്ന് ഇങ്ങനെ വയറുവേദനയൊക്കെ കുറയുന്ന സമയത്ത് കുറച്ച് കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഒരു കാര്യത്തിലും ഞാൻ ശ്രദ്ധിക്കാറില്ല കേട്ടോ. അങ്ങനെയും എനിക്ക് അങ്ങനത്തെ ദിവസങ്ങളും എനിക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ ഒരു ദിവസങ്ങളിലൊന്നും നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയും കാര്യങ്ങളും ശരിക്കൊന്നും ഇരിക്കാനുള്ള ഇതുവരെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആ ഒരു ടൈമിലൊന്നും വീഡിയോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വരാത്തത്. കുഴപ്പമില്ലാത്തൊരു ദിവസം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്തായാലും അതൊരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അന്ന് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ കാണിക്കാനൊന്നും ഉണ്ടാവില്ല ആ ദിവസം, അതുകൊണ്ട് കൂടെ എൻ്റെ വീഡിയോ എടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കുറച്ച് പണികളും കാര്യങ്ങളും അന്നത്തെ ദിവസത്തെ കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ പണികൾ തുടങ്ങുമ്പോൾ തന്നെ വാഷ് ചെയ്യാനുള്ളത് ഒരു ലോഡ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരക്കിട്ട പണികൾ അങ്ങ് കഴിയുമ്പോഴത്തേക്കും അതും അങ്ങ് റെഡിയായി കിട്ടുമല്ലോ. മാത്രമല്ല അതൊരു ഉഷാറും കൂടെയാണ് കേട്ടോ. പണി തുടങ്ങാനുള്ളൊരു ഉഷാറും കൂടെയാണ്. വാഷിംഗ് മെഷീനിൽ തുണി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മളും കറങ്ങുമെന്ന് പറഞ്ഞ പോലെ ബാക്കിയുള്ള കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് ചെയ്യാനുള്ളൊരു കിച്ചണിൽ നിന്നിട്ട് വേഗം ചെയ്യാനുള്ളൊരു ഇത് എനിക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു എനിക്കൊരു എനർജി കിട്ടുന്ന കാര്യം കൂടെയാണ്. അപ്പോൾ ആദ്യം അതങ്ങ് ഇട്ട് കൊടുത്ത് അതവിടെ ഒരു പണി നടക്കുന്നുണ്ട്, ഞാനും ബാക്കി പണി എടുക്കുക എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ അതാ കുടിക്കുന്ന വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാത്രി തിളപ്പിച്ചിട്ടതാണ്. അപ്പോൾ അതൊന്ന് ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് ഒഴിച്ച് വെക്കട്ടെ. അപ്പോൾ നമ്മളെ പീരീഡ്സിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും
എന്താ പറയുക ഓരോ അഭിപ്രായങ്ങളേക്കും. അപ്പോൾ അതിനനുസരിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്തവർ ആ രീതിയിൽ നമുക്ക് ദിക്റും കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുക കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാത്തവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റാതെ ഛർദി ഊരവേദന ഒക്കെ ഉള്ളവർ അങ്ങനെയും ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാ സ്ത്രീകൾക്കും അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ എൻ്റെത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഞാൻ എപ്പോഴും നല്ല ഭയങ്കര എനർജിയോട് കൂടിയിട്ട് അങ്ങനെ നടക്കുന്നു. അല്ല, ഇങ്ങനെ വയ്യാത്ത സമയത്ത് ഞാൻ അങ്ങനെ തന്നെ റെസ്റ്റും എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം 8 മണിയാകുമ്പോഴത്തേക്കും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഇത് വേഗം ആക്കട്ടെ കേട്ടോ. ഇന്നിപ്പോൾ നമ്മളെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ്. ചെറുപയറും പച്ചരിയും കൂടെ സമം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതായത് 1 കപ്പ് പച്ചരിയും 1 കപ്പ് ചെറുപയറും കേട്ടോ. അത് രാത്രി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ട് വെച്ചതാണ്. അപ്പോൾ അത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. പാകത്തിന് വെള്ളം, നമ്മൾ ദോശക്കൊക്കെ അരക്കൂലേ, ഉഴുന്ന് ദോശക്ക്, അതുപോലെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് വെക്കുക. ഞാൻ ഒരു 1/4 ഇഞ്ച് കനത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഇത് 1 കിലോ പോലെ ഉണ്ടല്ലോ ഇപ്പോൾ, അതുകൊണ്ടാട്ടോ ഇത്രയും എടുത്തത്. ഇഞ്ചിയൊക്കെ ചെറിയൊരു അളവെടുത്താൽ മതി. പിന്നെ 2 ഉണക്കമുളകില്ലേ, റെഡ് ചില്ലി, അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ അരച്ചിട്ട് ദോശ ഉണ്ടാക്കുമ്പോഴേ. അപ്പോൾ ഇതാ അരിയെല്ലാം അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി ഇത് അരച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും ഇത്. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ ഒന്നും പറഞ്ഞു പോകുന്നതെന്ന് മാത്രം കേട്ടോ. അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്ന, അരി അരച്ച് അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് കേട്ടോ ഇത്. അപ്പോൾ തൽക്കാലം ഇതിവിടെ ഇരിക്കട്ടെ. ഞാനത് പൊങ്ങാനോ ഒന്നും വെക്കുന്നതല്ല, അതവിടെ മാറ്റി വെച്ചതാണ്. കാരണം നമുക്ക് ഒരു ചട്നി ഉണ്ടാക്കണം, ഒരു സ്പെഷ്യൽ ചട്നിയാണേ. എൻ്റെ ഒരു ഫേവറേറ്റ് ചട്നിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജാറിൽ അതുണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ദോശ ചൂടാമല്ലോ. ദോശ ചുട്ടിട്ട് നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് സവാള കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇന്നലെ വേറൊരു ആവശ്യത്തിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ച് സവാള ബാക്കിയായപ്പോൾ ഞാൻ എയർ ടൈറ്റിലൊരു കണ്ടെയ്നറിൽ ആക്കിയിട്ട് എടുത്ത് വെച്ചാൽ കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊരു ചെറിയ സവാളയായിരുന്നു. അപ്പോൾ എനിക്കൊരു വലിയ സവാള തന്നെ വേണം കേട്ടോ. അപ്പോൾ അത്രയാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കഷ്ണം കൂടെ എടുക്കട്ടെ. ഒരു വലിയ സവാള, ഒരു ചെറിയ തക്കാളി. ഞാനിതിലേക്ക് പച്ചമുളകല്ല, റെഡ് കളറിലെ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒന്നുകിൽ നമുക്ക് ഉണക്കമുളകില്ലേ അതിട്ട് കൊടുക്കുക, അതുണ്ടെങ്കിൽ അതിടാം. ഒരു കറക്റ്റ് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ മുളക് പൊടിയാട്ടോ, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാട്ടോ. ആ ഒരു ചട്നി ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് ഇഷ്ടമാവും കേട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചട്നിയാട്ടത്. ഇങ്ങനെ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റിയിട്ടും ഞാൻ ചെയ്യാറുണ്ട്, അല്ലാത്ത ഗ്രീൻ ചട്നി ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ചട്നിയാണിത്. ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ, സാധാരണ നമ്മളെ ദോശയ്ക്കും എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് അരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തൈരൊക്കെ നിങ്ങൾ അളവിനനുസരിച്ചിടാം. ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട, ചെറിയ പുളി കുഴപ്പമില്ല. ചട്നിക്ക് പുളി ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തൈര് ചേർക്കുക, അതായത് കൂടുതൽ തൈര് ചേർക്കുക. ഇതിപ്പോൾ പുളിയില്ലാത്ത തൈരാണേ. അപ്പോൾ ഞാൻ പാകത്തിന്, അതിനൊന്നും ഒരു അളവൊന്നുമില്ല കേട്ടോ. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് നരച്ചാൽ മതി കേട്ടോ. ഒരുപാട് അരയരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, തരിതരിപ്പോട് കൂടിയിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി. ആ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അത്രയും വേണ്ടു, ഒരുപാട് അരക്കരുതേ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു. തിക്കായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചട്നി വേണ്ടത്. ഞാൻ ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒഴിച്ച് കൊടുത്തു, എന്നാലും തിക്കാണേ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത് തിളപ്പിക്കുന്നില്ല, ഞാൻ തിളപ്പിച്ചാറ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ചൂടാക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് വറവിട്ടെടുക്കുക. കടുക്, കറിവേപ്പില, ഉണക്കമുളകും ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് വറവ് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ചട്നി റെഡിയാണ്. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് തൈരുണ്ടെങ്കിൽ തൈര് തന്നെ ചേർത്തോ. തൈരില്ലെങ്കിൽ നിങ്ങൾ പുളിയില്ലേ, നമ്മൾ വാളംപുളിയില്ലേ, അത് പിഴിഞ്ഞ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അരക്കുന്നതിന് മുമ്പ് അത് പുളിക്ക് ആവശ്യത്തിനുള്ളത് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അതൊക്കെ നമ്മളിഷ്ടമാണ് കേട്ടോ. നമുക്ക് പുളി ഇഷ്ടമാണെങ്കിൽ പുളി ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ പുളി ഒട്ടും വേണ്ടെങ്കിൽ ഒട്ടും പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ. ഇതിപ്പോൾ ഞാൻ തൈര് ചേർത്ത് കൊടുത്താലും ലൈറ്റ് പുളിയുണ്ട് കേട്ടോ, ഒരുപാടില്ല, ചെറുതായിട്ട് എവിടേക്കോ ഒരു പുളി. അപ്പോൾ നമ്മളെ ചട്നി റെഡിയാണ്. ഇനിയിപ്പോൾ ദോശയും കൂടെ ഒന്ന് ചുട്ടെടുക്കട്ടെ. ഞാൻ ചട്നി നേരത്തെ റെഡിയാക്കി വെച്ചത്. ദോശ ചൂടോടെ ചുട്ട് കഴിക്കുമ്പോഴല്ലേ ടേസ്റ്റ്. ഈ ഒരു ദോശയല്ലേ ചൂടായാലും ഓവർ തണുപ്പല്ല. ഇപ്പോൾ ചുട്ട് വെച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതാ ഇനി ഞാൻ ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. നമ്മളെ സാധാ ദോശ പോലെ തന്നെ ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടുമേ. നിങ്ങൾക്ക് നെയ്യൊക്കെ ഒഴിച്ചിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. നല്ല വിശപ്പായി തുടങ്ങുന്നുണ്ട് കേട്ടോ. സമയം 8 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പം ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം. ഇപ്പം അല്ലേ ഞാൻ ഡയറ്റ് തുടങ്ങിയതിന് ശേഷം എന്താണെന്ന് വിചാരിച്ചാൽ നല്ല നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഓരോ കാര്യങ്ങളും. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നട്ട്സ് കാര്യങ്ങൾ നമ്മളെ ശരീരത്തിന് കിട്ടണം, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ധാന്യങ്ങൾ എല്ലാം നമ്മളെ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശീലിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം വെള്ളം പിന്നെ സാധാരണ കുടിക്കാറുണ്ട്, ഇപ്പോൾ ഒന്നുകൂടെ അത് കൂട്ടിയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ദോശയും ചട്നിയും റെഡിയാണ്. നമ്മളെ കുറച്ച് റംബുട്ടാനും കൂടെ എടുക്കട്ടെ കേട്ടോ. കാരണം ഈ ഒരു ടൈമിലാണ് ഞാൻ കഴിക്കുക. പിന്നെ 1 മണി നമ്മളെ ചോറിൻ്റെ ടൈമല്ലേ. പിന്നെ നമ്മൾ 4 മണി നമ്മളെ ഈവനിങ്ങിലെ ഫുഡും കൂടെ അങ്ങനെ കഴിച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ 3 നേരം ആഹാരം കഴിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് ഈ ഒരു സമയത്താണെന്ന് മാത്രം ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് തന്നെയാണ്. പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതാ ഇന്ന് ഈ 3 ഫ്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആപ്പിള് ചെറിയ ആപ്പിളാട്ടോ അത്. ആ ഒരു ക്രഞ്ചി ആയിട്ടുള്ള ആപ്പിളല്ലേ, എനിക്ക് ഈ പൊടിയുള്ള വലിയ ആപ്പിൾ വലിയ ഇഷ്ടമല്ല കേട്ടോ. ഈ ക്രഞ്ചി ആയിട്ടുള്ള ആപ്പിളിനോടാണ് കൂടുതൽ ഇഷ്ടം. ഇതിപ്പോൾ വലിയ ആപ്പിളാണെങ്കിൽ ഒരു പകുതി മതി കേട്ടോ. ഇതിപ്പോൾ ചെറിയ ആപ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ഒരു ആപ്പിൾ മുഴുവനായിട്ട് എടുക്കുന്നത്. പിന്നെ ഇപ്പോൾ കയ്യിൽ അവക്കാഡോ ഉള്ളതുകൊണ്ട് അത് ഡെയിലി കഴിക്കാറുണ്ട് കേട്ടോ. വെറുതെ ചീഞ്ഞും നാശാക്കി കളയണ്ടല്ലോ. അത് കഴിഞ്ഞാൽ നമുക്കിത് പിന്നെ കിട്ടൂല, ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ടി വരില്ലേ. അപ്പോൾ അതുകൊണ്ട് ഉള്ളപ്പോൾ അത്യാവശ്യം കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പൂമോളോട് നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, വൈത്തിരിയിൽ നിന്ന്. അവിടെയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു 3-4 ദിവസം ഞങ്ങളവിടെ കൂടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ദിവസം ഞാനും ഏട്ടത്തിയും പോയിട്ടുണ്ടായിരുന്നു, മക്കളെല്ലാവരും കൂടെ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പം കുറച്ച് ബട്ടർ ഫ്രൂട്ട് കൊണ്ടുവന്നതാണേ. അപ്പോൾ അത് നാശാക്കണ്ടല്ലോ. പിന്നെ അതിൻ്റെ ഗുണങ്ങളും അറിയുന്നതുകൊണ്ട് അതിങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുമ്പോഴും ഒക്കെ ഒരു പോർഷൻ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് അങ്ങനെ എടുത്ത് കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കി ഒന്ന് പ്ലേറ്റ് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങളൊക്കെ എത്ര മണിക്കാണ് ഫുഡ് കഴിക്കുക, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് ഷെയർ ആക്കുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കമൻറ്റ് എല്ലാവരും വായിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെ വിശേഷങ്ങളും ഒക്കെ അറിയാനും എല്ലാവർക്കും ഇൻട്രസ്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫാമിലിയായി നമ്മൾ സംസാരിക്കുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ. ആ ഒരു കമൻറ്റ് ഇങ്ങനെ വായിച്ചു പോകുന്ന റിപ്ലൈ തരാനിരിക്കുമ്പോഴും അല്ലാതെ തന്നെ ഞാൻ കമൻറ്റ് ഇങ്ങനെ വായിച്ചു നോക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതിങ്ങനെ വായിക്കുമ്പോഴും ആ ഒരു ഫീലാണ് കേട്ടോ കിട്ടും. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ സ്ത്രീകൾ ഒട്ടും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഫുഡിൻ്റെ കാര്യം. നമ്മൾ ഹസ്ബൻഡ് ഉണ്ടാക്കി കൊടുക്കും, മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും, വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ എന്താ പറയുക, അത് നെവറായിട്ട് കാണും. എന്തെങ്കിലും ബാക്കിയുള്ളത് അല്ലെങ്കിൽ ഇനി കഴിക്കുകയാണെങ്കിലും സമയം നോക്കിയിട്ട് സമയത്തിനനുസരിച്ച് വേഗം എന്തെങ്കിലും കഴിച്ച് എണീക്കുക, ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്യുക. അല്ലാതെ നമ്മൾ ഇന്ന് എന്താ കഴിച്ചതെന്നൊന്ന് ഒരു വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ഒന്ന് ചിന്തിക്കട്ടെ, ഇന്ന് ഞാൻ എന്താ കഴിച്ചത്, എന്തൊക്കെയാണ് ഞാൻ കഴിച്ചത്, എന്തൊക്കെയാണ് നല്ലത്, എൻ്റെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള നല്ലത് എന്താ. ഞാൻ വെറും ചോറ് കടി കഴിച്ചു, ചോറ് കഴിച്ചു അങ്ങനെ പറയാതെ അതിൻ്റെ കൂടെ ഞാൻ എന്തൊക്കെ എൻ്റെ ശരീരത്തിലേക്ക് ആവശ്യമുള്ളത് കഴിച്ചു എന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ. ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ആലോചിച്ചിട്ട് കുറച്ച് നട്ട്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം നമ്മളും കഴിക്കുക കേട്ടോ. നമ്മൾ കുട്ടികൾക്കും ഒക്കെ നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പച്ചക്കറി കഴിക്കണം മോനെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കണം ഇതിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കൂലേ. പക്ഷെ നമ്മളെ ജീവിതത്തിൽ നമുക്കിതൊന്നും വേണ്ട, അങ്ങനെയാണല്ലേ. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മളങ്ങനെ ആവരുത്. എൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് പിക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് രോഗങ്ങൾക്ക് ഉള്ള മരുന്നാണ് കേട്ടോ. നമ്മളെ ആഹാരത്തിൽ നമ്മൾ എന്താ പറയുക, അസുഖങ്ങൾക്കുള്ള മരുന്നും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതൊക്കെ നോക്കി ഒരുപാടല്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കൂടെ അതിനിടയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും, കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. നമ്മൾ വീട്ടിൽ പോയാൽ നമ്മളിതൊക്കെ കഴിക്കുന്നില്ലേ. അതെന്താണെന്ന് വെച്ചാൽ ഒരാളിങ്ങനെ എടുത്തു തരാനുണ്ടാവുമ്പോൾ
നമുക്ക് കഴിക്കാനും ഇഷ്ടമാണല്ലേ. അങ്ങനെയല്ല, ഇനിയും നമ്മൾ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. നമ്മളെല്ലാവരെയും നോക്കുന്നുണ്ട്, നമ്മളെ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്കുള്ളത് അതിനുവേണ്ടി ആരെയും നമ്മൾ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. നമുക്കുള്ളത് നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. അപ്പോൾ നമുക്കുള്ളൊരു ടൈം നമ്മൾ കണ്ടെത്തുക, നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കഴിക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ബട്ടർ ഫ്രൂട്ടും ആപ്പിളും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മധുരവും ആ ഒരു ബട്ടറി ടേസ്റ്റും കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതാ നമ്മൾ റംബുട്ടാൻ കേട്ടോ. ഇത് എനിക്ക് നല്ല റെഡായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം, പറിക്കുന്നതുമാണ് ഇഷ്ടം. പക്ഷേ ആ ഒരു റെഡ് ആകാൻ വേണ്ടിയിട്ട് കുരങ്ങന്മാർ സമ്മതിക്കുന്നേ ഇല്ല കേട്ടോ. എത്രയാ പറിച്ചു കൊണ്ടുവന്നറിയോ. വല ഇട്ടാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടോ, പക്ഷെ ഒരു കാര്യമില്ല കേട്ടോ. വല ഇട്ടിട്ടും ഇതുതന്നെയാണ് അവസ്ഥ. അപ്പോൾ പച്ചക്കളറെങ്കിൽ പച്ചക്കളർ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറിച്ചിട്ട് മധുരം ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, മധുരമൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു നല്ല ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഇത് കിട്ടൂല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ദോശയും ചട്നിയും ഒക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ 2 ദോശയാണ് കേട്ടോ കഴിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലഞ്ച് എടുക്കുന്ന സമയത്ത് നമ്മൾ പ്ലേറ്റ് നമ്മൾ ഫില്ല് ചെയ്യുക കേട്ടോ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെ വെജിറ്റബിൾസും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. ഇല്ലെങ്കിലില്ലേ നമ്മളിതൊക്കെ കഴിക്കണം, ഇത് കഴിഞ്ഞിട്ട് ദോശയും ചട്നിയും കഴിച്ചിട്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ എടുക്കാമെന്ന് നമ്മൾ മൈൻഡിൽ വിചാരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ദോശയും ചട്നിയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. അത് 2 ദോശ കഴിഞ്ഞ് 3ാമത്തെ ദോശ ഇട്ട് 4ാമത്തെ ദോശ ഇട്ട് അങ്ങനെ ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഇത്രയും കഴിച്ച് കഴിഞ്ഞിട്ടേ ഇനി ഞാൻ വരുള്ളൂ. അപ്പോഴത്തേക്ക് എൻ്റെ വയറ് ഫില്ലാവും കേട്ടോ. പിന്നെ നമ്മളങ്ങനെ ദോശ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ഫ്രൂട്ട്സും ഒന്നും വെജിറ്റബിൾസും ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ അതിനുള്ള എൻ്റെ ഒരു ഐഡിയയും കൂടെയാണ് കേട്ടോ, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും വാവയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല ഇന്ന് റഫീഖ ബ്രേക്ക്ഫാസ്റ്റ് നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ദോശമാവ് ബാക്കിയുണ്ട്, ചട്നി ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ റഫീഖയ്ക്ക് രാത്രി നല്ല ചൂടോടെ. റഫീഖ പിന്നെ നെയ്യൊക്കെ ആക്കണം കേട്ടോ, കുറച്ച് നെയ്യൊക്കെ ആക്കിയിട്ട് റഫീഖയ്ക്ക് രാത്രി ചുട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ബാറ്ററും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ചട്നി നമ്മൾ തിളപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് പുറത്ത് വെക്കരുത്. ബാക്കിയുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്കാണെങ്കിലും പിറ്റേ ദിവസമൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ വേഗം തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം തിളപ്പിക്കാതെ ജസ്റ്റ് ഇങ്ങനെ ചൂടാക്കിയിട്ട് എടുത്താൽ മതി, സിമ്മിലിട്ട് ചൂടാക്കിയാൽ മതി കേട്ടോ. തിളപ്പിച്ച ആ ഒരു ചട്നിയുടെ ഏത് ചട്നീൻ്റെ ആയാലും ടേസ്റ്റ് കംപ്ലീറ്റ് പോവും. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം അകമൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു, മേലെ ഒരു ദിവസം തുടച്ചു, താഴെ ഒരു ദിവസം തുടച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മൊത്തം ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുക, ഒന്ന് നല്ല നീറ്റായിട്ട് അടിച്ചു വരാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് അലക്കാനുണ്ട്, കല്ലിലും കുറച്ച് അലക്കാനുണ്ട് കേട്ടോ. ഞാൻ അലക്കാനിട്ടിട്ടുണ്ട് മെഷീനിൽ, അത് ഓക്കെ ആയിട്ടുണ്ട്. കല്ലിലും 1-2 റഫീഖാൻ്റെ പാൻറ്റ് ഷർട്ടൊക്കെ അലക്കാണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ അതും കൂടെ ഒന്ന് അലക്കിയിട്ട് വരും. പിന്നെ ഇന്ന് റഫീഖ ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലാക്കണം. റഫീഖയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ സാധാ ഫുഡ് ഇഷ്ടമാണ്, പക്ഷേ സാധാ ഉള്ള ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലാക്കി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ട്, അവസാനത്തെ ചിക്കൻ ബോക്സാണ് കേട്ടോ, കഴിഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വേഗം നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ, ബെഡൊക്കെ ഒന്ന് മടക്കി ക്ലീനാക്കി ഇടട്ടെ. ഇത് രാവിലെ ചെയ്യുന്ന പണിയാണ് കേട്ടോ. പക്ഷെ ഇന്ന് രാവിലെ റംബുട്ടാൻ പറിക്കാൻ വേണ്ടി പോയില്ലേ, അപ്പോൾ അങ്ങനെ കുറച്ച് സമയം പോയി കേട്ടോ. അപ്പോൾ റഫീഖ് രാവിലെ പോകേണ്ടതുകൊണ്ട് പിന്നെ ഞാൻ വേഗം കുളിച്ച് ഫ്രഷായി ഇറങ്ങിയതും വേഗം അതിലേക്ക് പോയി. അങ്ങനെ പിന്നെ കുറച്ച് സമയം അങ്ങനെ പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇതിനൊന്നുള്ള ടൈം സാധാരണത്തെ പോലെ കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിവിടെ പെൻഡിങ് വന്നത്. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എല്ലാം നമുക്കിങ്ങനെ മാറി മാറി വരും. കാര്യം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് റഫീഖ കൊടുക്കേണ്ട സമയമായി, അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് കഴിക്കേണ്ട സമയമായി, അങ്ങനെ.
പിന്നെ ഇപ്പോൾ ഹാളും കൂടെ ഒന്ന് ഒതുക്കി വെക്കട്ടെ. നമ്മൾ എന്നും അടിച്ചു വാരി തുടക്കൽ അങ്ങനെ എന്നും അടിച്ചു വാരേണ്ട വീടുകളൊക്കെ ഉണ്ടാകും, കുട്ടികളുടെ വീടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ എന്താ പറയുക, അല്ലാതെ അത്യാവശ്യം നീറ്റായിട്ട് കിടക്കുന്ന വീടാണെങ്കിൽ നമുക്ക് ശരിക്കും ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചാൽ മാത്രം മതിയാവും കേട്ടോ. എന്നാൽ തന്നെ നല്ല എന്താ പറയുക, നല്ല നീറ്റായിട്ട് വീടിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ടേബിളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി, ലിവിങ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കയറി വരുന്ന സിറ്റ് ഔട്ട് ഭാഗം ചെയറൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ചെരുപ്പൊക്കെ ഒന്ന് ഒതുക്കി വെച്ച്, അതുപോലെ തന്നെ ലിവിങ് ഏരിയ സെറ്റിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച്, ഒന്ന് തട്ടി കുടഞ്ഞ് റെഡിയാക്കി വെച്ച് ടേബിൾ സെറ്റാക്കി, അതുപോലെ തന്നെ കിച്ചൺ ആണെങ്കിലും കൗണ്ടർ ടോപ്പിൽ ഒക്കെ ഒന്ന് ഒതുക്കി തുടച്ച് സിങ്കൊക്കെ നീറ്റായി കഴിഞ്ഞാൽ എന്താ പറയുക, പകുതി മുക്കാലും പണി തീർന്ന പോലെ തോന്നലുണ്ട്. എനിക്കില്ലേ ചില ദിവസം മടി പിടിക്കുന്ന ദിവസം ഉണ്ടാവുക, ആ ദിവസം ഞാൻ അത്രേ ചെയ്യലുള്ളൂ കേട്ടോ. എന്താ പറയുക, ഒന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് ഓടിച്ച് ഒതുക്കി പെറുക്കി വെക്കും, അത്ര തന്നെ. ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കും, എന്തെങ്കിലും എളുപ്പത്തിലുള്ള എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ട് അങ്ങ് റെസ്റ്റ് ചെയ്യലുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ. എന്നൊന്നും ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ക്ലീനും കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യം ഇല്ല, നമ്മളെ വീട്ടിൽ എന്തായാലും ഇല്ല. അപ്പോൾ പൊടിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷേ ഇടയ്ക്ക് ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മളങ്ങോട്ട് കണ്ണടച്ച് അങ്ങ് റെസ്റ്റ് എടുക്കുക, എന്നാലേ നമുക്ക് റെസ്റ്റ് കിട്ടുകയുള്ളൂ. നമ്മൾ ഓണായി കഴിഞ്ഞാൽ പിന്നെ ഓഫാകാൻ കുറച്ച് പണിയാണ്. നമ്മൾ ഒരു പണി കഴിഞ്ഞ് അങ്ങനെ അടുത്ത പണി നമുക്കിങ്ങനെ നോക്കിയാൽ നമ്മളെ വീട്ടിൽ ഉണ്ടാവും. പക്ഷേ അത് നോക്കിയിട്ട് കാര്യമില്ല, ചില ദിവസങ്ങൾ നമ്മൾ അങ്ങനെയാവുക, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അങ്ങനെയാവണം കേട്ടോ. എന്നാലാണ് നമ്മളെന്ന ആ ഒരു എൻജിനും ഒരു എന്താ പറയുക, ഒരു ഇതൊക്കെ കിട്ടണ്ടേ, റെസ്റ്റൊക്കെ കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിറ്റേ ദിവസം അതുപോലെ തന്നെ ആ എൻജിൻ റെസ്റ്റ് എടുക്കാൻ പാടില്ല കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ തുടങ്ങണം, ഇല്ലെങ്കിൽ നമുക്ക് ഫുൾ പണിയായി പോവും. അപ്പോൾ ഇതാ എൻ്റെ ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ എനിക്ക് കുറച്ച് അധികമൊന്നുമില്ല, റഫീഖാൻ്റെ കുറച്ച് ഒന്ന് അലക്കാനുണ്ടായിട്ട്, അപ്പോൾ അതും കൂടെ ഒന്ന് അലക്കി പുറത്ത് തന്നെ ആറിയിട്ടു. മെഷീനിലിട്ടതാണ് ഇപ്പോൾ ഞാൻ മേലെ ആറിടാൻ കൊണ്ടുപോയിട്ടത്. ഇനി ഞാൻ നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാട്ടോ കിച്ചണിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ കിച്ചണും എല്ലാം നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ലോഹർ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നത്. ഇനി ഞാൻ ഒരു വെറൈറ്റി ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഗീ റൈസുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി കേട്ടോ. നല്ല റിച്ച് ടേസ്റ്റുള്ളൊരു ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ. ഒരു ചിക്കൻ ഗ്രീൻ കറിയാണ്, ഗ്രീൻ ഗ്രേവി എന്നൊക്കെ പറയാം. അപ്പോൾ അതിലേക്ക് വേണ്ടി കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഇതാ ഞാനൊരു 1/2 കിലോ ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 4 പച്ചമുളക് നിങ്ങൾക്ക് എരിവിന് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു 5-8 കാഷ്യൂനട്ട്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, ഇത്ര ആവശ്യമുള്ളൂ കേട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കൂടെ ഞാൻ ഈ ജാറിലേക്ക് ഒന്ന് ഇട്ടിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കട്ടെ. പച്ചമുളക് ഇട്ട് കൊടുത്തു, ഇഞ്ചി ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, പിന്നെ മല്ലിയിലൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് ഇട്ട് കൊടുക്കണം കേട്ടോ. കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം, മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഒരു 1/2 കിലോ ചിക്കനിലേക്കാണ് ഞാൻ ഈ ഒരു അളവ് എടുത്തിട്ടുള്ളത്. ഇനി അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ചിക്കൻ കഴുകി ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് ഒരു 1/4 ടീസ്പൂൺ 1/4 ടീസ്പൂണെല്ലാം മതി, അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം, ഒരുപാട് വേണ്ട. അത്രയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ചിക്കനിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒരുപാട് ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കണ്ട, ഇല്ലെങ്കിൽ നമുക്ക് ഗ്രേവിയിലേക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ പേസ്റ്റില്ലേ, അത് മല്ലിയില കാഷ്യൂ ആ ഒരു പേസ്റ്റ് അത് മുഴുവനായിട്ട് തന്നെ ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് മിക്സാക്കിയിട്ട് അങ്ങനെ വെക്കുന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. ഞാനങ്ങനെ വെക്കാറില്ല കേട്ടോ. ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കലാണ്, കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റിലൊന്നും ഒരു ഡിഫറൻസും ഇല്ല. ടൈം ഉണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്തു വെച്ചോ. ഞാനിത് അപ്പം തന്നെ ഉണ്ടാക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു കടായിലേക്ക് വെളിച്ചെണ്ണയാട്ടോ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നത്, ഒരു 1/2 ടീസ്പൂണെല്ലാം വലിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു സവാള, ഒരു വലിയ സവാള എടുത്തോട്ടോ, അത് നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സവാള ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. ഒരുപാട് വേണ്ട, ഞാൻ കാണിച്ചു തരാം.
ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. കാരണം നമുക്ക് ആ ഒരു വഴറ്റിയിട്ടുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ചിക്കനിലിട്ടിട്ട് എന്തായാലും ആ സവാള നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും മതിയിട്ട് ഒരു ലൈറ്റ് പിങ്ക് കളറിലേക്ക് വന്നാൽ മതി. അത്ര ആയപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ആ ഒരു ഗ്രേവിയോട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പാച്ചുല ഇതിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. പണ്ട് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് വാങ്ങിയതാട്ടത്. ഇത് കണ്ടോ, നമ്മൾ പാത്രം കഴുകിയ പോലെ മസാലയൊക്കെ ഇങ്ങ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും റൈസോ എന്തെങ്കിലും പാത്രത്തിൽ നിന്ന് ഒഴിവാക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനെ വടിച്ചാൽ നല്ല ക്ലീനായിട്ട് എണ്ണയടക്കം ഇങ്ങനെ പോരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അതാണ് കേട്ടോ എടുക്കുക. അപ്പോൾ നമ്മളെ ഗ്രേവി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സാക്കി കൊടുത്താൽ മതിയേ. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. കാര്യം നമ്മൾ കാഷ്യൂനട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും കറി തിക്കായിട്ടൊക്കെ വരും. അപ്പോൾ ഇത് ചിക്കൻ കുക്കാവാനും കൂടെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് 1 കപ്പ് വെള്ളമൊക്കെ നമുക്ക് ആ ഒരു ജാറ് നന്നായിട്ട് ഒന്ന് കുലുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത്രയും മതി. അപ്പോൾ ഇനി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റാണ് ചിക്കൻ്റെ കുക്കിംഗ് ടൈം കേട്ടോ. ഒരു 15 മിനിറ്റ് നമുക്ക് കുക്കാക്കിയിട്ടെടുക്കാം. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്കാക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അടി പിടിക്കൊന്നുമില്ല, എന്നാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോ. അപ്പോൾ അതവിടെ വെന്ത് വരുന്നുണ്ട്. അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് നമുക്ക് ഗീ റൈസും കൂടെ ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ലഞ്ച് സെറ്റാണ് കേട്ടോ. ഞാൻ ഗീ റൈസ് റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. നമ്മൾ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ കണ്ടു നോക്കിക്കോ. ഈ ഒരു കറിയില്ലേ, ഈ ഒരു ചിക്കൻ ഗ്രീൻ ഗ്രേവി എന്ന് നമുക്ക് പറയാം. ഞാനതാണ് കേട്ടോ ക്യാപ്ഷൻ കൊടുക്കാം. നിങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്താൽ മതി. ഗ്രീൻ ഗ്രേവി ചിക്കൻ എന്ന് കൊടുക്കാം. ഇത് പൊറോട്ടേൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഗീ റൈസിൻ്റെ കൂടെ എല്ലാം അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. സാധാ വെറും ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് അത്ര നന്നാവില്ല. അപ്പം ഇങ്ങനത്തെ ഐറ്റംസില്ല, ഞാൻ പറഞ്ഞ പൊറോട്ട, പൂരി, ഇത് ചപ്പാത്തി, ഇതിനൊക്കെ നല്ല അടിപൊളി ചപ്പാത്തിക്കൊക്കെ സൂപ്പറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. റിച്ച് ടേസ്റ്റ്. നമുക്കൊരു പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ. നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോട്ടെ ഈ ഒരു റെസിപ്പി. അപ്പോൾ നമ്മൾ ഗീ റൈസും കറിയൊക്കെ അടുപ്പത്തായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ കിച്ചൺ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കട്ടെ. എന്നാൽ പിന്നെ റഫീഖ വന്നു കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കുക. പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രീൻ ഗ്രേവിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ ഒരു ഗ്രീൻ ഗ്രേവി ചിക്കൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതിനേക്കാളും ടേസ്റ്റിയാണ് കേട്ടോ ഇത്. ഞാൻ വെറുതെ പറയുന്നതെല്ലാം അതിനേക്കാളും എളുപ്പമാണ്, അതിനേക്കാളും ടേസ്റ്റും ഉണ്ട് കേട്ടോ. അവസാനം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അവസാനം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ പാകത്തിന് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നമ്മളെ ചിക്കൻ ഗ്രീൻ ഗ്രേവി ഇവിടെ നല്ല റിച്ച് ചിക്കൻ ഗ്രീൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗീ റൈസും സെറ്റായിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ടെല്ലാം റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് സൈഡായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാനെപ്പോഴും ഇങ്ങനെ സൈഡായിട്ട് ഉണ്ടാക്കുന്നത് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കിയാൽ റഫീഖയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ വെച്ചിട്ട് അങ്ങോട്ടൊക്കെ മാറ്റി എന്തെങ്കിലുമൊക്കെ ഒരു ടേസ്റ്റ് ഒപ്പിച്ചെടുക്കണം കേട്ടോ ചെയ്യാം. ഇതിപ്പോൾ പഴുത്ത 2 മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഒരു അവക്കാഡോയും കൂടെ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റേ അല്ല കേട്ടോ. ടേസ്റ്റ് വേറെ ലെവലായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു 2ൻ്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്നത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ്, ഒരുപാട് വേണ്ട, നല്ല മധുരമുള്ള മാങ്ങ. അപ്പോൾ കുറച്ച് ഉപ്പ് മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ അലിഞ്ഞ് വരും, അങ്ങനെ കുഴഞ്ഞ രൂപത്തിലായിട്ടുണ്ടാവുക. നല്ല ടേസ്റ്റാണ്. നമുക്കില്ലേ ഇത് കഴിക്കുമ്പോൾ ശരിക്കും ഒരു പുഡിങ്ങൊക്കെ കഴിക്കുന്ന ഒരു രീതിയിലേക്ക് പോയി. കാരണം ചില്ലി ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ കാശ്മീരി ചില്ലി ഫ്ലേക്സാണ്. ഭയങ്കര എരിവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ റഫീഖ പറയുക ഈ ഒരു കോമ്പിനേഷനിൽ നിനക്ക് പുഡിങ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ.
അതേ ഒരു ടേസ്റ്റ് ഉണ്ടായി നമ്മൾ കഴിക്കുന്ന സമയത്ത് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബട്ടർ ഫ്രൂട്ടൊക്കെ വെറുതെ തോട്ടത്തിലൊക്കെ മുറ്റത്തൊക്കെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇതാ റഫീക്ക വന്നു, ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ റഫീക്ക വരാൻ കുറച്ച് വൈകിയതുകൊണ്ട് വാവ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മളും ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഒരു ഫ്രൂട്ട്സിൻ്റെ സാലഡ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റാണ്. കുറച്ച് എരിവും പുളിപ്പൊക്കെ വേണ്ടവർക്ക് അത് കൂട്ടിയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇനി കുറച്ച് സമയം ഒന്ന് പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ. പിന്നെ വീഡിയോയുടെ കുറച്ച് പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വിശേഷം നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നേ പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.